ഈരാറ്റുപേട്ട ഗ്ലോബൽ അസോസിയേഷൻ അഥവാ EGA കഴിഞ്ഞ 10 വർഷമായി ഗൾഫിലെ 6 രാജ്യങ്ങളിലും ഇന്ത്യയിലുമായി പ്രവർത്തിച്ചു വരുന്ന ഒരു കൂട്ടായ്മയാണ്. നിലവിൽ വിദേശത്ത് ജോലി ചെയ്യുന്ന ഈരാറ്റുപേട്ടക്കാരായ ആളുകളും വിദേശ ജോലി അവസാനിപ്പിച്ച് ഈരാറ്റുപേട്ടയിൽ തിരിച്ചെത്തിയ മുൻ പ്രവാസികളുടെയും കൂട്ടായ്മ ഈ നാടിൻ്റെ സേവന പ്രവർത്തനങ്ങൾക്കായി ധാരാളം കാര്യങ്ങൾ ചെയ്തു വരുന്നു. ഇത്തരം സേവന പ്രവർത്തനങ്ങൾക്കുള്ള ഒരു പ്ലാറ്റ്ഫോമായിട്ടാണ് EGA പ്രവർത്തിക്കുന്നത്, ഈരാറ്റുപേട്ട ഗ്ലോബൽ അസോസിയേഷൻ. ഗൾഫിലെ 6 രാജ്യങ്ങളിലും ഇതിന് ചാപ്റ്ററുകൾ പ്രവർത്തിക്കുന്നു. ഒപ്പം തന്നെ ഈരാറ്റുപേട്ടയിൽ ഇതിനൊരു കോർഡിനേഷൻ ഗ്രൂപ്പും പ്രവർത്തിച്ചു വരുന്നു. വിവിധ സേവന സാമൂഹിക പ്രവർത്തനങ്ങളാണ് ഈ അസോസിയേഷന്റെ മുൻഗണന. നിലവിൽ അസംഘടിതമായി പ്രവർത്തിച്ചു വരുന്ന ഇത്തരം കാര്യങ്ങളെല്ലാം തന്നെ ഒരു കുടക്കീഴിൽ ഒരു പ്രത്യേക ഒരു ഓഫീസ് സംവിധാനത്തോടു കൂടി പ്രവാസി സേവാ കേന്ദ്രം എന്നുള്ള നിലയിലേക്ക് ആരംഭിക്കുകയാണ്. സാധാരണ നമുക്കറിയാവുന്നതുപോലെ മറ്റ് പല ജില്ലകളിലും ഓരോ പ്രദേശത്തും പ്രവാസി സേവാ കേന്ദ്രം പ്രവർത്തിക്കുന്നു. നമ്മുടെ നാട്ടിലോ സമീപ പ്രദേശങ്ങളിലോ നിലവിൽ ഇതുവരെ ഒരു സേവാ കേന്ദ്രവും ആരംഭിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ പ്രവാസം അവസാനിപ്പിച്ച് നാട്ടിലെത്തിയ എല്ലാ പ്രവാസികൾക്കും ഇനി മുതൽ പ്രവാസി സേവാ കേന്ദ്രത്തിന്റെ സേവനം ലഭ്യമായി തുടങ്ങിയാണ്. ഉദാഹരണത്തിന്, തിരികെ വന്ന പ്രവാസികൾക്ക് ധാരാളം ക്ഷേമ പ്രവർത്തനങ്ങൾ നമ്മുടെ സംസ്ഥാന ഗവൺമെന്റ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. അവർക്ക് ആവശ്യമായിട്ടുള്ള 60 വയസ്സ് പൂർത്തിയാകുന്നവർക്കുള്ള പെൻഷൻ സ്കീം എന്ന് തുടങ്ങി പ്രസവാനുകൂല്യം, വിവാഹാനുകൂല്യം, അതുപോലെ വിദ്യാഭ്യാസാനുകൂല്യം, ഇത്തരം കാര്യങ്ങളെല്ലാം തന്നെ നിരവധി സ്കീമുകൾ ലഭ്യമാണ്. ഇത്തരം സ്കീമുകളെ കുറിച്ചുള്ള അവയർനെസ് നമ്മുടെ തിരിച്ചു വന്ന പ്രവാസികൾക്ക് പലർക്കും അറിയില്ല. അതെങ്ങനെ നേടിയെടുക്കണമെന്ന് അറിയില്ല. ഇതിനൊക്കെ ഒരു ഏകീകൃത രൂപം കൊടുക്കുന്നതിനായിട്ടാണ് ഈരാറ്റുപേട്ടയിൽ പ്രവാസി സേവാ കേന്ദ്രം EGA ആരംഭിക്കുന്നത്. പ്രവാസി സേവാ കേന്ദ്രം ഔദ്യോഗികമായി നാളെ, അതായത് വെള്ളിയാഴ്ച വൈകുന്നേരം 6:30 ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം ചെയ്യും. ഒപ്പം തന്നെ നമ്മുടെ പ്രിയപ്പെട്ട MLA അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ ഈ യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കും. അതോടൊപ്പം തന്നെ നഗരസഭാ ചെയർമാൻ അഡ്വക്കേറ്റ് VP നാസർ, വിവിധ നഗരസഭാ കൗൺസിലർമാർ, പ്രമുഖ സാംസ്കാരിക സാമൂഹ്യ സംഘടനാ പ്രതിനിധികൾ, പ്രവാസി വെൽഫെയർ ബോർഡ് ഉദ്യോഗസ്ഥൻ ശ്രീ അജിത്, കോട്ടയം ജില്ലാ പ്ലാനിംഗ് ഓഫീസർ ശ്രീ അമാനത്ത് തുടങ്ങിയവർ യോഗത്തിൽ സംസാരിക്കും. ഈരാറ്റുപേട്ടയിൽ ഗ്ലോബൽ അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ ഒരു പ്രവാസി കേന്ദ്രം തുടങ്ങുന്നതിന്റെ ഒരു പ്രധാന കാരണം, നമ്മുടെ പരിസര പ്രദേശങ്ങളെയൊക്കെ അപേക്ഷിച്ച് ഏറ്റവും കൂടുതൽ പ്രവാസികളുള്ള ഒരു നാടാണ് ഇത്. അപ്പോൾ ഈ കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾ നിരവധി ആനുകൂല്യങ്ങൾ പ്രവാസികൾക്കും പ്രവാസം അവസാനിപ്പിച്ച് തിരിച്ചു വരുന്നവർക്കും വേണ്ടി നടത്തുന്നുണ്ട്. പക്ഷെ അത് എങ്ങനെ, എവിടെ നിന്നാണ്, എന്താണ് ചെയ്യേണ്ടതെന്ന് പലർക്കും അറിയില്ല. ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ വിവാഹ ധനസഹായമുണ്ട്, വിദ്യാഭ്യാസ ആനുകൂല്യമുണ്ട്, ചികിത്സാ സഹായമുണ്ട്, കുടുംബ പെൻഷൻ സ്കീമുണ്ട്. അതേപോലെ പ്രവാസത്തിൽ നിന്ന് തിരിച്ചു വന്നിട്ടാണെങ്കിലും മരണപ്പെടുന്നവർക്ക് അവരുടെ ബന്ധുക്കൾക്ക് ഉള്ള ആനുകൂല്യങ്ങൾ, ഇങ്ങനെ നിരവധി പദ്ധതികൾ പ്രവാസവുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. അപ്പൊ അത് എങ്ങനെയാണ് കിട്ടേണ്ടതെന്നോ ആർക്കാണ് അപേക്ഷ കൊടുക്കേണ്ടതെന്നോ ഉള്ള കാര്യങ്ങളൊന്നും പലർക്കും അറിയില്ല. അപ്പൊ അതിന് അങ്ങനെയുള്ള ഒരു സഹായമായിരിക്കും നമ്മുടെ ഓഫീസിൽ നിന്ന്, പ്രവാസ കേന്ദ്ര ഓഫീസിൽ നിന്ന് അത്തരം സഹായങ്ങൾ ലഭ്യമാവുന്നതിനുള്ള എല്ലാ സൗകര്യവും ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരു സൗകര്യം ഒരുക്കിക്കൊണ്ടാണ് അതേപോലെ തന്നെ ഈരാറ്റുപേട്ടയുടെ പരിസര പ്രദേശങ്ങളിലുള്ള മുഴുവൻ പ്രവാസികൾക്കും സഹായകരമാകുന്ന ഒരു രീതിയിലാണ് നമ്മുടെ ഓഫീസ് പ്രവർത്തനം തുടങ്ങുന്നത്. അതിനുള്ള സംവിധാനങ്ങളൊക്കെ അവിടെ ഒരുക്കിയിട്ടുണ്ട്. നാളെ നമ്മൾ കൃത്യം 6 മണിക്ക് തന്നെയാണ് ഈരാറ്റുപേട്ട ഗ്ലോബൽ അസോസിയേഷന്റെ ഈരാറ്റുപേട്ടയിലെ ഓഫീസ് തുറന്ന് പ്രവർത്തനം ആരംഭിക്കുവാൻ പോകുന്നത്. നമ്മുടെ ലൊക്കേഷൻ വരുന്നത് ഈരാറ്റുപേട്ട മുനിസിപ്പാലിറ്റിക്ക് പിൻവശത്തും വ്യാപാര ഭവന് തൊട്ടടുത്തുമായിട്ടാണ് നമ്മുടെ ഈ ഒരു സംരംഭം വരുന്നത്. 2ാമത്തെ നിലയിലാണ്. ഈരാറ്റുപേട്ട പ്രസ് ക്ലബിന് തൊട്ടടുത്തായിട്ടാണ് നമ്മുടെ സ്ഥാപനം തുടങ്ങുവാൻ പോകുന്നത്. മുഴുവൻ പ്രവാസികളെയും അതേപോലെ മുഴുവൻ നാട്ടുകാരെയും നമ്മൾ ഈ ഒരു പ്രസ്ഥാനത്തിലേക്ക്, ഈ ഒരു ഉദ്ഘാടന വേളയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതേപോലെ തന്നെ നമ്മൾ ഈ ഒരു ഓഫീസിനോടനുബന്ധിച്ച് ഒരു പ്രവാസി ക്യാമ്പയിൻ കൂടെ നമ്മൾ രജിസ്ട്രേഷൻ നടക്കുന്നുണ്ട്. പ്രവാസികളായി നാട്ടിൽ തിരിച്ചെത്തിയ എല്ലാവർക്കും തന്നെ ഈരാറ്റുപേട്ട ഗ്ലോബൽ അസോസിയേഷനിൽ അംഗത്വം എടുക്കുന്ന അല്ലെങ്കിൽ അംഗത്വമുള്ള എല്ലാവർക്കും തന്നെ നമ്മുടെ ഈരാറ്റുപേട്ട സൺറൈസ് ഹോസ്പിറ്റലുമായി സംയുക്തമായി ചേർന്നുകൊണ്ടൊരു പ്രിവിലേജ് കാർഡ് നമുക്ക് ഓഫർ വന്നിട്ടുണ്ട്. അപ്പോൾ അതും നമ്മൾ ഈ ഒരു അവസരത്തിൽ അവരിലേക്ക് എത്തിക്കുന്നതാണ്.
അതേപോലെ നമ്മുടെ മറ്റ് സാംസ്കാരിക നേതാക്കളൊക്കെ പങ്കെടുക്കുന്ന വിപുലമായ പ്രോഗ്രാമാണ്. എല്ലാവരും ഇത് വന്ന് സഹകരിക്കണമെന്ന് ഈ ഒരു അവസരത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. നാട്ടിൽ നമ്മൾ ഇജിയുടെ ഒരു ഓഫീസ് എന്നുള്ളത് മുൻകാലങ്ങളിൽ നമ്മൾ പ്രവർത്തനങ്ങൾ ഇവിടെ നടത്തിയിരുന്നു. മുൻകാലങ്ങളിൽ നടത്തിയ പ്രവർത്തനങ്ങൾ നമ്മൾ കരുണ, കരുതൽ പോലെയുള്ള വലിയ ബിഗ് പ്രൊജക്റ്റുകളാണ് നമ്മളിവിടെ നടത്തി കണ്ടിന്യൂസ് ആയിട്ട് അത് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ ഭക്ഷണ കിറ്റുകൾ, പ്രവാസികൾക്കായിട്ടുള്ള ഭക്ഷണ കിറ്റുകൾ, പ്രവാസികൾക്കായിട്ടുള്ള മരുന്ന്, അതേപോലുള്ള സംഭവങ്ങൾ നമ്മൾ ഓൾറെഡി നടത്തി വരുന്നതാണ്. അതും ഒരു ഓഫീസിന്റെ അണ്ടറിലേക്ക് കൊണ്ടുവന്ന് കുറച്ചുകൂടി സുതാര്യമായ രീതിയിൽ നടത്തിക്കൊണ്ട് പോവുക എന്നുള്ളതാണ് നമ്മുടെ ഒരു ലക്ഷ്യം. അതേപോലെ റമദാൻ മാസക്കാലം ആവുമ്പോഴത്തേക്കും പ്രവാസികൾക്കായിട്ടുള്ള റമദാൻ കിറ്റ് വിതരണം നമ്മൾ ഉടൻ തന്നെ ആരംഭിക്കുന്നതാണ്. ഈ ഒരു ഓഫീസിന്റെ അണ്ടറിൽ നിന്നുകൊണ്ട് എല്ലാ വിധത്തിലുള്ള പ്രവാസികളുടെ ക്ഷേമത്തിനും ഉന്നമനത്തിനും വേണ്ടി പ്രവർത്തിക്കുക എന്നുള്ളതാണ് പ്രവാസി സേവാ കേന്ദ്രം PGA ഓഫീസ് ഉദ്ദേശിക്കുന്നത്.